ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ശുഭദിനം ഏവർക്കും ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുപ്രസിദ്ധ എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ സീഗൽ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അതിപ്രകാരമാണ്: മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹപൂർവം എന്തെങ്കിലും ചെയ്യുക. സ്വാർത്ഥരഹിതമായി സ്നേഹപൂർവം എന്തെങ്കിലും ചെയ്താൽ അത് സകല മരുന്നുകളെക്കാളും നമ്മുടെ രോഗത്തിനും ജീവിത ദുഃഖങ്ങൾക്കും പ്രതിവിധിയാകും. നിസായിലെ മാർ ഗ്രിഗോറിയോസ് എന്ന ആത്മീക തത്വചിന്തകൻ ക്രിസ്തുവിൻ്റെ അമ്മയായ വിശുദ്ധ കന്യകമറിയത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലോകത്തിന് ഒരു മനുഷ്യ സ്ത്രീ നൽകിയ അതിശ്രേഷ്ഠ സമ്മാനം ക്രിസ്തുവാണ്. അത് നൽകിയതോ സ്വന്തം മാതാവായ മറിയം തന്നെ. ദൈവം ഓരോ മനുഷ്യനും സമ്മാനമായി നൽകിയിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നാം മറ്റുള്ളവർക്കായി സമ്മാനമായി രൂപപ്പെടുക എന്നതാണ്. അപ്രകാരം ദാവീദ് കുലത്തിലെ കന്യക എന്ന പെൺകുട്ടി നൽകിയതോ സാക്ഷാൽ ലോകരക്ഷകൻ എന്ന ക്രിസ്തുവിനെ. നമ്മുടെ ജീവിതം സന്തോഷപൂരിതമാക്കണമെങ്കിൽ നാം മറ്റുള്ളവരുടെ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കാൻ നിരന്തരം ശ്രമിക്കണം. നമ്മുടെ ലോകം സുന്ദരമാകണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും സുന്ദരമാക്കാൻ നാം യത്നിക്കണം. സ്വാർത്ഥത, അഹബോധം, അഹങ്കാരം എന്നിവ ഏതു മനുഷ്യനിൽ വേരൂന്നി വളരുന്നുവോ ആ മനുഷ്യൻ ഭാവി ജീവിതത്തിൽ ദൈവനിഷേധിയായി രൂപപ്പെടാൻ സാധ്യതകൾ ഏറെയാണ്. സകല മനുഷ്യരിലും പ്രസരിച്ച് വളരുന്ന ദൈവിക ചൈതന്യത്തെ അഹങ്കാരവും അഹബോധവും സ്വാർത്ഥതയും കെടുത്തിക്കളയും. ഒരുവൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ അവനരികിൽ നിൽക്കുന്നവൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ യത്നിക്കുക എന്ന ഏക കുറുക്കുവഴി മാത്രമേ ഉള്ളൂ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വിശുദ്ധ കന്യകമറിയാം 6 മാസം ഗർഭവതിയായിരിക്കുന്ന ചാർച്ചക്കാരി എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോകുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. വാസ്തവത്തിൽ അനേക ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് ഗർഭവതിയായ കന്യക ചാർച്ചക്കാരിയെ കാണുവാൻ പോകുന്നത്. തൻ്റെ ക്ഷേമവും സുഖവും സുരക്ഷിതത്വവും മറന്ന് വയോധികയും ഗർഭിണിയുമായ എലിസബത്തിൻ്റെ ക്ഷേമവും സുഖവും അന്വേഷിച്ച് അറിഞ്ഞ് പരിചരിക്കുവാൻ ഒരുങ്ങുന്ന വ്യക്തിപ്രഭാവത്തെയാണ് വിശുദ്ധ കന്യക എന്ന ബാലികയിൽ നാം വചനത്തിലൂടെ കാണുന്നത്. സത്യത്തിൽ മനോസുഖത്തിനും മനഃശാന്തിക്കും നമുക്ക് അർഹത നേടാൻ സ്വാർത്ഥത വെടിഞ്ഞ് പ്രതിഫല ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു അനുഗ്രഹിത മനോഭാവമായിരുന്നു വിശുദ്ധ കന്യകയിൽ തെളിഞ്ഞു കാണുവാൻ ഇടയായത്. പരോപകാരമേ പുണ്യം എന്ന തത്വം നമ്മിൽ ശക്തമാകണം. ജീവനും ജീവിതവും ശരീരവും മനസ്സും ഒരുപോലെ ബലിയർപ്പിച്ച് മാനവകുലത്തിന് രക്ഷ നൽകിയ ക്രിസ്തുവാകട്ടെ ഈ കാര്യത്തിൽ നമുക്കോരോരുത്തർക്കും മാതൃക. നമ്മുടെ പുണ്യപ്രവൃത്തി അത് നമുക്കും നൽകും ജീവനും ചൈതന്യവും സമാധാനവും മനോസുഖവും സൗഖ്യവും. അതുകൊണ്ട് ഉദാസീനത, സ്വാർത്ഥത, അഹബോധം, അഹങ്കാരം ഇവയെല്ലാം വെടിഞ്ഞ് മറ്റുള്ളവരുടെ നന്മയ്ക്കായി, ക്ഷേമത്തിനായി, സുഖത്തിനായി സുന്ദരമായ ഈ ജീവിതത്തെ നമുക്കും ധന്യപൂരിതമാക്കാം. ഏവർക്കും ഒരു ശുഭദിനം. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.